മറയൂർ ശർക്കര കൊണ്ട്, കാരണം ഉപ്പും കലർപ്പും ഇല്ലാത്ത ശർക്കരയാണ് മറയൂർ ശർക്കര. ആ മറയൂർ ശർക്കര കൊണ്ട് ഒരു ചെറുപയർ പരിപ്പിന്റെ പായസമാണ്. ഇവിടുത്തെ പുലിയാണ് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫ് ടിൻസ്. ടിൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരാൾ വന്നൊരു എന്തെങ്കിലും ഒരു സാധനം ഉദ്ദേശത്തിന് ഒരു പായസം കുടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിൻസ് ഒരു 10 മിനിറ്റ് കൊണ്ട് പായസം റെഡിയാക്കി കൊടുക്കും. അതിന് വേണ്ടിയിട്ട് 1-ാം പാലും 2-ാം പാലും ഉണ്ട്, മറയൂരിന്റെ ശർക്കരയുണ്ട്, പിന്നെ ചെറുപയർ പരിപ്പുണ്ട്, ഏലക്കാപ്പൊടിയുണ്ട്, തേങ്ങ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നെയ്യുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, മുന്തിരിയുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് ഒരു പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതിനാണ് ഞാൻ ടിൻസിന്റെ അടുത്ത് വന്നത്. ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. അപ്പൊ ചെറുപയർ പരിപ്പിന്റെ പായസം ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്തവർ ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്ന് ഈ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ടിൻസ് നമ്മളെ പഠിപ്പിക്കുന്നത്. മറയൂർ ശർക്കരയുടെ ആണ് പ്രത്യേകത. ചെറുപയർ പരിപ്പ് പായസം സാധാരണ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ശർക്കരയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളത്. മറയൂർ ശർക്കരയാണ് സ്പെഷ്യൽ ഇവിടുത്തെ. അവരെല്ലാവരും ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് തുടങ്ങാം. അപ്പം നമുക്ക് നെയ്യ് ഒഴിച്ച് വറക്കണം.
നല്ല കൊതി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആ പായസത്തിന്റെ മണം കേട്ട് അകത്തു നിന്ന് ആൾക്കാരൊക്കെ വന്നു അല്ലേ? മണം അവിടെ അടിച്ചോ? അടിച്ചു. ഓക്കെ. ഇത് സൈചേട്ടൻ ചന്ദനയുടെ ഡയറക്ടർമാരിൽ ഒരാളാണ്. സൈചേട്ടനും ഫാമിലിയാണ്. അപ്പൊ അവരെ കൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. ടേസ്റ്റ് ചെയ്തുകൊണ്ട് നിന്നിട്ടും ടിൻസിന്റെ മുഖത്തിന് ഒരു വ്യത്യാസമില്ല. ടിൻസ് ഇങ്ങനെ കാരണം ടിൻസിന് ഗ്യാരണ്ടിയാ എല്ലാ ദിവസവും ഇതുപോലെയുള്ള മിക്കവാറും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള പായസം ഉണ്ടാക്കി പിന്നെ ബൊഫയുടെ കൂടെയൊക്കെ വിളമ്പിയിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് ടിൻസ് നിൽക്കുന്നത് അല്ലേ? ശരിക്കുള്ള ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. എന്തായാലും എനിക്ക് മതിയായില്ല, ഞാൻ കുറച്ചുകൂടെ എടുക്കാം. ഞാൻ കുടിച്ചതിന് ശേഷം മതി. കുടിച്ചോട്ടെ.